ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പുട്ട് ഉണ്ടാക്കാം. അവൽ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുക്കണം. നമുക്ക് അവലെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചുവന്നവലോ വെള്ളവലോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതായാലും കുഴപ്പമില്ല, എല്ലാം ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരി പോലെ ഉണ്ടാവും, അതങ്ങനെ തന്നെയായിരിക്കും. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. എന്നുവെച്ചാൽ നന്നായിട്ട് കുഴയ്ക്കണം. പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ നാളികേരം കൂടെ ഇതിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പുട്ടിന് കുഴയ്ക്കുമ്പോൾ നാളികേരം കൂടെ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ അരിപ്പുട്ടായാലും ശരി, ഇപ്പോൾ അവൽപുട്ടായാലും ശരി, എന്ത് പുട്ടുണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കുഴച്ച് നോക്കൂ. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ആദ്യം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടരുത്. അത് പെട്ടെന്ന് സോഫ്റ്റ് ആവുമല്ലോ അവല്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അവല് പൊടിച്ച് ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ അവല് പൊടിച്ച് ചേർത്തു, കുറച്ച് നാളികേരം കൂടി ഇട്ടു, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചിരട്ടപ്പുട്ടിൻ്റെ ആ അച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണപ്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ലെയറായിട്ട് ആദ്യം തേങ്ങ ചിരവിയത് വയ്ക്കും, പിന്നെ പുട്ടിൻ്റെ മാവ് വയ്ക്കും. അതുപോലെ തേങ്ങ വയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തേങ്ങ വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇതുപോലെ ലെയറായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അരിപ്പൊടിക്ക് പകരം നമ്മൾ അവൽ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ അതിൽ ഫിൽ ചെയ്യാണ്. വല്ലാണ്ട് അമർത്തി കൊടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അമർത്തരുത് ഒരിക്കലും. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അമർത്തി കൊടുക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് നമ്മൾ കുക്കറിലാണ്, അതായത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ലിഡ് വെച്ച് അതിൻ്റെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുക. ആവിയിൽ വേവിക്കുന്നത് അങ്ങനെയാണ്, മിക്കവരുടെയിലും ഉണ്ടാവും ഇതുപോലത്തെ. ഇനി ഇതിന് മീതെ നമുക്ക് പുട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുട്ട് വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇനി ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ ആവിയെല്ലാം വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, പെട്ടെന്ന് ആയിക്കോളും അവൽപുട്ട്. നമുക്കെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവൽപുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു കുഴപ്പവും വരില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.